ബ്രഹ്മാവിന്റെ പുത്രനായ ദക്ഷൻ ഒരു വലിയ യാഗം നടത്തി. പ്രപഞ്ചത്തിലെ എല്ലാവരെയും ക്ഷണിച്ചെങ്കിലും തന്റെ മകളായ സതിയെയും ഭർത്താവായ ശിവനെയും അദ്ദേഹം ഒഴിവാക്കി. ശിവന്റെ വിലക്ക് വകവെക്കാതെ പിതാവിനെ കാണാൻ യാഗശാലയിലെത്തിയ സതിയെ ദക്ഷൻ പരസ്യമായി പരിഹസിക്കുകയും മഹാദേവനെ നിന്ദിക്കുകയും ചെയ്തു. ശ്മശാനത്തിൽ വസിക്കുന്നവൻ, അമംഗളകാരി, തന്റെ പ്രിയതമനെ പരസ്യമായി അപമാനിക്കുന്നത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു സതിക്ക്. തന്റെ ജന്മത്തിന് കാരണക്കാരനായ പിതാവിനോട് അവൾക്ക് വെറുപ്പ് തോന്നി. തന്റെ ഭർത്താവിനെതിരെയുള്ള അധിക്ഷേപം സഹിക്കവയ്യാതെ അപമാനിതയായ സതി തന്റെ ജന്മത്തിന് കാരണക്കാരനായ ദക്ഷനുമായുള്ള എല്ലാ ബന്ധവും വേർപെടുത്താൻ തീരുമാനിച്ചു. അവൾ തന്റെ ഉള്ളിലെ യോഗാഗ്നി ജ്വലിപ്പിക്കുകയും ആ യാഗാഗ്നിയിൽ സ്വയം സമർപ്പിക്കുകയും ചെയ്തു. സതിയുടെ മരണമറിഞ്ഞ ശിവൻ ക്രോധത്താൽ പ്രപഞ്ചം വിറപ്പിച്ചു. തന്റെ ജഡ നിലത്തടിച്ച് അദ്ദേഹം വീരഭദ്രനെയും ഭദ്രകാളിയെയും സൃഷ്ടിച്ചു. അവർ യാഗശാല തകർക്കുകയും ദക്ഷന്റെ ശിരസ് അറുത്തുമാറ്റി യാഗാഗ്നിയിൽ എറിയുകയും ചെയ്തു. സതിയുടെ വിയോഗത്തിൽ തളർന്ന ശിവൻ അവളുടെ പകുതി വെന്ത ശരീരം ചുമലിലേറ്റി പ്രളയതാണ്ഡവമാടി. ലോകത്തെ രക്ഷിക്കാൻ വിഷ്ണു ഭഗവാൻ തന്റെ സുദർശന ചക്രം ഉപയോഗിച്ച് സതിയുടെ ശരീരം 51 കഷ്ണങ്ങളായി മുറിച്ചു. അവ ഭൂമിയിൽ വീണ ഇടങ്ങളാണ് ശക്തിപീഠങ്ങൾ എന്നറിയപ്പെടുന്നത്. ഒടുവിൽ ശാന്തനായ ശിവൻ ദക്ഷനെ പുനർജീവിപ്പിച്ചു. കത്തിപ്പോയ തലയ്ക്ക് പകരം ഒരു ആടിന്റെ തല വെച്ചു പിടിപ്പിച്ചു. അഹങ്കാരം നശിച്ച ദക്ഷൻ ശിവനെ വണങ്ങി യാഗം പൂർത്തിയാക്കി. ശിവഭഗവാനെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഓം നമഃ ശിവായ എന്ന് കമന്റ് ചെയ്തു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.